ഞാൻ അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി ആദ്യം ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പൂക്കളം എന്തായെന്തോ. അശ്വതി, പൂക്കളം സെറ്റായോ? സത്യത്തിൽ പൂക്കളം സെറ്റായി എൽദോ. ഞാൻ പിന്നെ കുറച്ചൊന്നും ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു ആളുകളെ. ഇടുന്ന പോലെ പൂക്കളം നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ട്. നമ്മുടെ പാർവതിയും എല്ലാരും കൂടി ചേർന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഒന്ന് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് മാത്രം ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മൾ സാധാരണ ന്യൂസ് 18 ഓണാഘോഷം നല്ല ഗംഭീരമായിട്ട് നടത്താറുണ്ട്. എല്ലാ തവണയും ഗ്രൂപ്പായി തിരിഞ്ഞ് നമ്മള് ഓണം പൂക്കളം മത്സരം നടത്താറുണ്ട്. ഷഫീഖ് കയറി വാ. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത്തവണ നമ്മള് ഓണം വളരെ ചുരുങ്ങി ചെറിയ ആഘോഷമാണ് നടത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ വന്ന ഒരു അത്തമൊക്കെ ഇട്ട് ഒരു സദ്യയൊക്കെ ഒരുമിച്ചിരുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഇത്തവണ. കൂടുതൽ ശ്രദ്ധ നമ്മൾ വയനാട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പൂക്കളം ഇതാണ്, ന്യൂസ് 18 പൂക്കളം ഇതാണ്. എന്തായാലും ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പാർവതിയും ടീമും അത് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഓണം വിശേഷങ്ങളുമായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ രതീഷ് ബാലരാമപുരം. നമ്മുടെ രതീഷേ, എന്താണ് ബാലരാമപുരം എന്ന് പറഞ്ഞാൽ തന്നെ അത് കൈത്തറിയുടെ സ്ഥലമാണ്, അറിയാലോ. അപ്പൊ രതീഷ് നമ്മുടെ ബാലരാമപുരത്ത് നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് അവിടെ തിരക്കൊക്കെ? എങ്ങനെയാ ഓണത്തിരക്ക്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവില് നല്ല തിരക്കാണ്. ഇപ്പൊ റോഡെല്ലാം ഭയങ്കര തിരക്കായി. നല്ല തിരക്കാണ് നിലവിൽ. ഈ ആളുകളെല്ലാം കൂടെ അങ്ങോട്ട് കയറി വരുവാണല്ലോ ബാലരാമപുരത്ത്. കൈത്തറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തറിയുടെ മേഖലയാണല്ലോ, കേന്ദ്രമാണ്. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം ആൾക്കാരെല്ലാം കൈത്തറി മുണ്ടുകൾ വാങ്ങിക്കുക, കൈത്തറി സാരികൾ മേടിക്കുക. ആ ഇതിലേക്ക് എല്ലാവരും ബാലരാമപുരത്തേക്ക് എത്തിച്ചേരുന്ന വ്യവസ്ഥയാണ് ഇപ്പൊ. ഇതിൽ വൈകിട്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ മേഖലയിലോട്ട് അങ്ങോട്ട് ഞാൻ തന്നെ അങ്ങനെയല്ല, അങ്ങോട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. തിരക്ക് വേണം എങ്കിലല്ലേ ഒരു ഗുമ്മുള്ളൂ. അപ്പൊ ഷഫീഖ് എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? എന്താണ് ഇത്തവണത്തെ ഓണം? ഹാപ്പി ഓണം. സദ്യ, വീട്ടില് സദ്യ ഉണ്ടോ? വീട്ടിൽ സദ്യ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സദ്യ ഇവിടെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സദ്യ വേറെ കഴിക്കും. അപ്പൊ നമുക്ക് ഈ നമ്മുടെ അത്തം ഇട്ട പാർവതിയുടെ അടുത്തും കൂടി ചോദിക്കാം കേട്ടോ. നമ്മുടെ ചെറിയ ആഘോഷങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോ, അത്തവും സദ്യ മാത്രം എന്ന് പറയുമ്പോ, പാർവതിയുടെ അടുത്ത് രാവിലെ വന്ന് അത്തൊക്കെ ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ച പാർവതി അർജുന്റെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷിച്ചോ? നന്നായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഓണ സമയത്തായിരുന്നു കല്യാണം? അതെ, ഓണ സമയത്തായിരുന്നു. അപ്പൊ ഓണം ഭയങ്കര നല്ല ഓർമ്മയാണ്. നല്ല ഓർമ്മയാണ്. എന്തോ ഒരു വെച്ച് പറഞ്ഞാലോ നല്ല ഓർമ്മയാണ്. ചേച്ചി എങ്ങനെയാണ് ഓണം? സുജി ചേച്ചി? ഓണം എല്ലാ വർഷവും ന്യൂസ് 18 അടിച്ചു പൊളിക്കും. പക്ഷെ ഈ വർഷം ന്യൂസ് 18 ഓണം ചെറിയ രീതിയിലായതുകൊണ്ടൊരു വിഷമവും. അത് സത്യമാണ് കേട്ടോ. സുചേച്ചിയുടെ ഓണം അടിച്ചു പൊളിക്കുമെന്ന് സുചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണ്. കാരണം ഒരു പാട്ടൊക്കെ അങ്ങോട്ട് ഇടണം. സുചേച്ചി നല്ല അടിപൊളിയായിട്ട് ജിൽന്ന് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇത്തവണ അത് ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ. ഇത്തവണ നമ്മൾ വയനാടിനൊപ്പം ഇനിയും വരും ഓണം അടിപൊളിയായിട്ട്. അപ്പൊ അടിപൊളിയാക്കണം. ഓണക്കോടി എടുത്തോ? ഓണക്കോടി എടുത്തില്ല, എടുക്കണം. ഇനിയാണോ പോകുന്നത്? അപ്പൊ ഉത്രാടപ്പാച്ചിലിന്റെ കൂടെയാണോ ഓണക്കോടി? അതെ, എല്ലാ വർഷവും അങ്ങനെയാണ്. എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ചേച്ചി? തിരക്കായിരിക്കും. എന്നാലും തിരക്കി പോകുന്നതാണ് ഇഷ്ടം. ഇടിയൊക്കെ കൊണ്ട് ചവിട്ടൊക്കെ കൊണ്ട് അതാണ് ഇഷ്ടം. അപ്പൊ അടുത്ത് നമുക്ക് നമ്മുടെ ശിവചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ശിവചേച്ചി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും സുന്ദരികളാവും കേട്ടോ. ഇവർക്കൊക്കെ സമയം കൊടുത്താൽ ഇവരെല്ലാം കുറച്ചൊന്ന് ഇതിപ്പോ അത്തം ഇട്ട ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടാണ്. ശിവചേച്ചി എങ്ങനെയാണ് ഓണം? എങ്ങനെയാ? അടിപൊളി. എന്നാൽ ഇത്തവണ എന്താ സ്പെഷ്യൽ? ഇത്തവണ നമ്മുടെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇവിടെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് സൂച പറഞ്ഞ പോലെ. മറ്റേ നമ്മൾ അടിച്ചു പൊളിക്കൂലേ ഓണം. പക്ഷെ ഇത്തവണ നമ്മൾ പറഞ്ഞ പോലെ വലിയ മാറ്റ് കുറവാണെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുടെ സമയം തന്നെയാണ് ഇത്. നമ്മള് വലിയ വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എൽദോ. അപ്പൊ എല്ലാവർക്കും ന്യൂസ് 18 ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി. അശ്വതി എന്നാലും പൂക്കളം ഗംഭീരമായിട്ടുണ്ട്. അതിന് ക്രെഡിറ്റ് അശ്വതിക്കില്ല. അശ്വതി ഇവിടെ നിന്ന് പോയി ഷോ വെച്ച് പോകുന്നേ ഉള്ളൂ, വെറുതെ പോസ് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. നമ്മൾ എല്ലാവർക്കും ചേർത്ത്